ഒരു തേപ്പുകടയുടെ മുന്നിൽ നിന്നാണ് എന്ന് മനസ്സിലാക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ മേഖലയിലും വലിയ രീതിയിൽ ആശങ്കയുണ്ടാകുന്ന ഒരു വിഭാഗം അങ്ങനെയാണ്. ഇപ്പോൾ പലപ്പോഴും എനിക്ക് തോന്നുന്നു മുൻപ് നമ്മൾ ഈ വിലക്കയറ്റവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ റിയ ചേച്ചി എടുത്ത് ആദ്യം ചോദിക്കുന്ന കാര്യം തന്നെയാണ്, കയ്യിൽ നിന്ന് പോയി നമ്മുടെ കുടുംബ ബജറ്റൊക്കെ ആകെപ്പാടെ താളം തെറ്റി നിൽക്കുകയാണ് അല്ലേ റിയ ചേച്ചി? ഇതാ കറണ്ട് ബില്ലും വീണ്ടും കൂടിയിരിക്കുകയാണ്. ആ ഒരു കടയിലൊക്കെ ചെല്ലുമ്പോൾ എന്ത് മനസ്സിലാക്കുന്നുണ്ട്? സ്വന്തം അനുഭവം കൂടെ പറഞ്ഞോ. അതെ പൂജ പറഞ്ഞതുപോലെ തന്നെ ഈ സാധാരണഗതിയിൽ എപ്പോഴും നമ്മളോട് മുന്നറിയിപ്പ് തരാറുള്ളതാണ്, വൈകുന്നേരം 6 മണിക്ക് ശേഷം അയൺ ചെയ്യരുത്, പരമാവധി അതിന് മുമ്പാക്കുക എന്നൊക്കെ. നമുക്കൊരു പക്ഷെ അത് ചെയ്യാൻ പറ്റും, വീട്ടിലിരിക്കുന്നവർക്ക് പറ്റും. പക്ഷെ നമ്മൾ ഈ ജോലി കഴിഞ്ഞൊക്കെ വരുമ്പോൾ ഈ സമയത്താണല്ലോ നമുക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് ആവശ്യം വരുന്നത്, ആ സമയമൊക്കെയാണ്. അപ്പോൾ പക്ഷേ ഈ മുഴുവൻ സമയവും അയൺ ചെയ്യുന്ന തേപ്പുകട പോലുള്ളവർ എന്ത് ചെയ്യും? ഈ 6 മണിക്ക് ശേഷം മാത്രമേ തേച്ചു കൊടുക്കൂ എന്നുള്ളത് അവർക്ക് പ്രായോഗികമല്ല. ഞാനിപ്പോൾ ഉള്ളത് എറണാകുളം പച്ചാളത്തുള്ള ഒരു തേപ്പ് കടയിലാണ്. ഇവിടെ കരണ്ട് ഉപയോഗിച്ച് വസ്ത്രങ്ങൾ തേച്ചു കൊടുക്കുന്ന കടയാണ്. ഇവർ പറയുന്നത് ശരി നമുക്ക് റിയയിലേക്ക് ഒന്ന് റിയ കേൾക്കാമെങ്കിൽ പറഞ്ഞോളൂ. അതെ, അതായത് ഞാനിപ്പോൾ പച്ചാളത്തുള്ള ഒരു കടയിലാണുള്ളത്. തേപ്പ് കടയാണ്. ഇവിടെ 2 മാസം കൂടുമ്പോൾ 7000 രൂപയൊക്കെയാണ് കരണ്ട് ബില്ല് വരുന്നത്. ഇവർ പറയുന്നത് വൈദ്യുതി നിരക്ക് കൂട്ടിയാൽ അത് 10,000-ന് മുകളിലേക്ക് പോകും, കൈവിട്ട് പോകും. ഇപ്പോൾ 14 രൂപയൊക്കെ ഒരു ഷർട്ട് അയൺ ചെയ്യാൻ വാങ്ങുന്നിടത്ത് ഇനി അത് 16ഉം 17ഉം ഒക്കെ ആക്കേണ്ടി വരും അല്ലേ ചേച്ചി? എന്താണ് ബുദ്ധിമുട്ട് വരുന്നത്? ബുദ്ധിമുട്ട് കാശ് കൂട്ടേണ്ടി വരും. അവർ പറയും. അതായത് വാങ്ങാൻ വന്നവർ കൂടുതൽ പറയട്ടെ എന്നല്ല. ഇപ്പൊ എത്രയാണ് ഒരു 2 മാസം കൂടുമ്പോൾ ചാർജ് വരുന്നത്? 7000 കഴിയും. ഇതിപ്പോ ഇരുട്ടടി പോലെ വന്നിരിക്കുകയാണ്. വാടകയെല്ലാം കൂടി കൂട്ടുമ്പോൾ ചെലവ് കൂടും മതി. അപ്പൊ നമുക്ക് ചേട്ടനിപ്പോ വസ്ത്രങ്ങളൊക്കെ അയൺ ചെയ്ത് വാങ്ങാൻ വന്നതാണല്ലേ? അതെ അതെ. ചാർജ് കൂട്ടിയാൽ നിങ്ങളുടെ നമ്മുടേതായ വരുമാനത്തിന്റെ രീതിയിൽ നമ്മൾക്കും ബുദ്ധിമുട്ട് തന്നെയാണ്. ഇതിൽ ഏറ്റവും വലിയ അനീതി നടക്കുന്നത് മാസാമാസം റീഡിംഗ് എടുത്തുകൊണ്ട് ആ യൂണിറ്റിൻ്റെ ചാർജ് ഈടാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാന ഘടകം. ഇവർ ചെയ്യണ കൊള്ളയാണ്, ചൂഷണമാണ്. കാരണം 2 മാസത്തെ ബില്ലും കൂടി ഒന്നിച്ച് വരുമ്പോൾ 100 യൂണിറ്റ് ഉപയോഗിക്കുന്ന ഒരു വീട്ടിലാണെങ്കിൽ അത് 2 മാസം കൂടുമ്പോൾ 200 യൂണിറ്റ് ആവും. അപ്പോൾ 100 യൂണിറ്റിന് ഇത്ര പൈസ കൂടുതലും 200 യൂണിറ്റിന് പിന്നെ അതിലും കൂടുതലും വരുന്നത് ശരിയായ കൊള്ളയാണ്. അത് ഇരട്ടിക്കൊള്ള. ഒന്നല്ലെങ്കിൽ ഇവർ 2 മാസത്തിൽ എടുക്കുന്നത് പകുതി റീഡിങ്ങിൻ്റെ ചാർജ് ഇട്ടുകൊണ്ട് പൈസ കൂട്ടണം. അതല്ല എങ്കിൽ മാസം റീഡിങ് എടുത്തുകൊണ്ട് സാധാരണക്കാരന് എനിക്ക് താങ്ങാൻ പറ്റുന്ന ബില്ലിൽ കൊടുക്കാൻ സാധിക്കണം. ഞാൻ കൃത്യം എണ്ണിയിട്ടില്ല. ഒരു ഷർട്ടിന് 14 രൂപ കൂടും. അവരെ പറഞ്ഞിട്ട് കാര്യമില്ല, കൂടാതിരിക്കാൻ അവർക്ക് തേപ്പിൻ്റെ പൈസ കൂടണല്ലേ. അപ്പോൾ അതനുസരിച്ച് കറണ്ട് കാശ് കൂടുമ്പോൾ അവർക്ക് കൂട്ടാതിരിക്കാൻ പറ്റത്തില്ല. പക്ഷേ ഞങ്ങളെ എല്ലാ വിധത്തിലും ഇത് നടക്കുന്നത് ഉപഭോക്താവിനെ പിഴിഞ്ഞെടുക്കുക എന്നുള്ളതാണ്. അങ്ങനത്തെ ഒരു സ്ഥിതിവിശേഷം സാധാരണക്കാരന് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഇന്ന് ഉള്ളത്. അതിന് കൂടുതൽ ഈ കൂട്ടത്തിൽ ഇങ്ങനെയും ചെയ്യും. ഏറ്റവും കൂടുതൽ ന്യായമായ രീതിയിൽ പിഴിഞ്ഞെടുക്കുക. കാരണം മാസാമാസമുള്ള ബില്ല് മാസാമാസം തരുന്ന ആ ബില്ല് പേ ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാക്കുക. 2 മാസം തെറ്റായ പ്രവണതയാണ്. അത് മഹാകൊള്ളയാണ്. അത് ചെയ്യല്ലേ. ഏറ്റവും കൂടുതൽ പറയാനുള്ള അവിടെയും കറണ്ട് കാശ് കൂടണല്ലേ. നമ്മളുടെ സമയത്തിൻ്റെ കണക്ക് കൂട്ടിക്കഴിഞ്ഞാൽ ഇതാണ് ലാഭം. അത് കാരണമാണ് ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്. പോക്കറ്റ് കാലിയാകും. നല്ല തേച്ച് മിനുക്കിയ പോക്കറ്റ് കിട്ടാൻ പോക്കറ്റ് കാലിയാകും. അപ്പൊ ഇനി തേക്കാണ്ടിട്ടേണ്ട ഗതികേടാണ് വന്നത്. പക്ഷേ നേതാക്കന്മാരൊക്കെ തേച്ച് വടിവത്തൽ പോലെയാണ് വന്നത്. ഞാൻ ഇപ്പൊ സാധാരണക്കാരനും ഒന്ന് വടിവത്തൽ പോലെ ഇല്ലെങ്കിലും സാധാരണ രീതിയിലെങ്കിലും ഒന്ന് തേച്ചിട്ടുണ്ടേ എന്ന് വിചാരിച്ചിട്ടാണ് ഈ കൊണ്ടുവരുന്നത്. ജീവിതം തന്നെ പാടാ. എൻ്റെ പേര് ജോളി. അപ്പൊ ജോളി ചേട്ടൻ പറഞ്ഞതുപോലെ നന്നായിട്ടൊന്ന് അയൺ ചെയ്ത് ഡ്രസ്സ് ഇട്ട് പോകണമെങ്കിൽ ഇനി കാശ് കുറച്ച് കൂടുതൽ മുടക്കേണ്ടി വരുന്നതാണ് ചേട്ടൻ പറയുന്നത്. നമ്മുടെ കടയുടമയായി ചേച്ചി പറഞ്ഞതുപോലെ 7000 രൂപയാണ് ഇപ്പം 2 മാസം കൂടുമ്പോൾ ബില്ല് വരുന്നത്. അതിന് മുകളിലേക്ക് പോകും. ആളുകളോട് കൂടുതൽ ചോദിച്ചാൽ ഈ ചേട്ടനെ പോലുള്ള ആളുകളൊക്കെ വന്നാൽ അത് അവർക്കൊരു മുഷിപ്പാകും. അപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ പ്രതിസന്ധിയിലായിരിക്കുന്ന, ഇരുട്ടടി പോലെ വൈദ്യുതി നിരക്ക് കൂട്ടിയതിൽ പ്രതിസന്ധിയിലായിരിക്കുന്ന ഒരു തൊഴിൽ വിഭാഗമാണ് ഈ തേപ്പുകട നടത്തുന്നവർ.
പണ്ടുണ്ടായിരുന്നത് പോലെ കരി ഉപയോഗിച്ച് തേപ്പ് ഈ കട മുന്നോട്ട് പോകുക ഇപ്പോൾ എളുപ്പമല്ല. കാരണം തമിഴ്നാട്ടിൽ നിന്ന് കരി കൊണ്ടുവരണം, അതിന് ചിലവ് അതിലും കൂടുതൽ വരും. അപ്പോൾ എന്തായാലും ഇത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട് എന്ന് ഈ മേഖലയിലുള്ളവർ പറയുന്നു. ചേച്ചി, തൊഴിലാളികൾക്ക് കൊടുക്കുന്ന കൂലി അതൊക്കെ ഒരു വലിയ ചിലവായി അവർ പറയുന്നത് പോലെ തന്നെ പച്ചയായ പകൽ കൊള്ളയാണ്. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തുണ്ടായിരുന്ന കരാർ, ദീർഘകാല കരാർ, യൂണിറ്റിന് 4 രൂപ 29 പൈസ വരെ വരുന്ന ദീർഘകാല കരാർ റദ്ദാക്കിയാണ് 10 രൂപയിലേക്ക് എത്തിച്ചത്. അത് പിന്നെ 14 രൂപയിലേക്ക് എത്തി. സാധാരണക്കാരുടെ നെഞ്ചിൽ ഇടുത്തി വീഴുന്ന പച്ചയായ പകൽ കൊള്ളയാണ്. പ്രതിപക്ഷമൊക്കെ കാര്യമായിട്ട് ഇപ്പോൾ കരാർ റദ്ദാക്കിയതുമായി ബന്ധപ്പെട്ടുള്ള ആരോപണ ശരങ്ങളൊക്കെ ഉന്നയിക്കുന്നുണ്ട്. എന്ത് തന്നെ വന്നാലും ആ ചേട്ടൻ ഇടയ്ക്ക് പറഞ്ഞു കേട്ടില്ലേ, ഇങ്ങനെയൊക്കെ ചെയ്യല്ലേ, അദ്ദേഹം ഒന്ന് കൈകൂപ്പി പറഞ്ഞില്ല എന്ന് മാത്രമല്ല, ഇങ്ങനെയൊക്കെ ചെയ്യല്ലേ എന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ രീതിയിൽ ഓരോ സ്ഥാപനങ്ങളൊക്കെ നടത്തുന്നവർക്കൊക്കെ എത്രമാത്രം നെഞ്ചിടിപ്പായിരിക്കും എന്നുള്ളതാണല്ലേ.